ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ മാർച്ച് 27-ാം തീയതി പാനന്തൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. പതിവ് പോലെ ഇന്നും സിനിമയുടെ ഏറ്റവും പുതിയ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്. അതിൽ ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് മിഷേൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആൻഡ്രിയ എന്ന നടിയുടെ ക്യാരക്ടർ പോസ്റ്റർ ആണെങ്കിൽ, വൈകിട്ട് വന്നത് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോ കണ്ടന്റുമാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്തവർ അറിയാം, എമ്പുരാന്റേതായിട്ട് ഒരു വമ്പൻ കാസ്റ്റ് അപ്ഡേറ്റ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരുന്നു എന്നൊരു സൂചനയായിരുന്നു പൃഥ്വിരാജിന്റെ ഒഫീഷ്യൽ ഫാൻ പേജ് എല്ലാം തന്നെ നൽകിയത്. എന്നാൽ അവസാന നിമിഷം സിനിമയുടെ ഒരു അപ്ഡേറ്റ് മാറ്റി ഇന്നത്തെ കാസ്റ്റിൽ ചേഞ്ച് വരുത്തിയെന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. 36 ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ ഇനി ബാക്കി നിൽക്കുന്നത് 4 ക്യാരക്ടേഴ്സ് ആണ്. അതിൽ ഒന്ന് ലാലേട്ടൻ, മറ്റൊന്ന് ടൊവിനോ തോമസ്, വേറെ ഒന്ന് പൃഥ്വിരാജ് ആണ് എന്ന് വ്യക്തമാണ്. ഇവർ 3 പേരും അല്ലാതെ വരാനിരിക്കുന്ന ആ 4ാമത്തെ ആൾ ആരാണ് എന്താണ് നാം ഉറ്റുനോക്കുന്നത്. നാളെ തന്നെ ആ കാസ്റ്റ് റിവീൽ ആകുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ എമ്പുരാന്റെ കൂടുതൽ വാർത്തകൾക്ക്. വീണ്ടും ഒരു ദിവസം വീണ്ടും ലാലേട്ടൻ തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് രാവിലെ കൊച്ചിയിൽ വെച്ച് നമ്മുടെ അമ്മ സംഘടനയുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് വന്ന ലാലേട്ടനായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. ആവേശത്തിലെ രംഗയെ ഓർമ്മിപ്പിക്കുന്ന ലെവലിലെ വെള്ളയും ധരിച്ചാണ് അമ്മ സംഘടനയുടെ മീറ്റിംഗിൽ ലാലേട്ടൻ പങ്കെടുക്കാനായിട്ട് എത്തിയത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലാലേട്ടന്റെ കോസ്റ്റ്യൂമും ലുക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. ഈ ലുക്കെല്ലാം തന്നെ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്കായിട്ട് പുറത്തുവിടേണ്ടതല്ലേ ലാലേട്ട എന്നൊരു ചോദ്യം വരെ ഉയർന്ന കാഴ്ച കണ്ടു. ഇനി ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, ആവേശത്തിന് ശേഷം ചിത്തു മാധവന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമ വരുന്നുണ്ടല്ലോ. ഈ ഓഗസ്റ്റ് മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനായിട്ടിരിക്കുന്നു. ഗോകുല മൂവീസ് ആണ് വമ്പൻ ബഡ്ജറ്റുള്ള സിനിമ നിർമ്മിക്കുക എന്നായിരുന്നു നേരത്തെ ആഴ്ചകൾക്ക് മുന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായതെങ്കിൽ, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗോകുല മൂവീസ് സിനിമയുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള പല ഇഷ്യൂസ് കാരണം സിനിമയിൽ നിന്നും പിന്മാറി. ലാലേട്ടന്റെ ആശീർവാദ സിനിമാസ് ആ സിനിമ ഏറ്റെടുക്കുന്നു തുടങ്ങിയ റൂമേഴ്സ് ആയിരുന്നു അവസാനമായിട്ട് പുറത്തു വന്നത്. ഇപ്പോഴത്തെ ചിത്തു മാധവൻ ഒരു വൻ പ്രതിഫലമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗോകുല മൂവീസ് സിനിമയിൽ നിന്നും പിന്മാറാൻ കാരണം എന്നൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് ഇന്ന് ദിവസം പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ മോളിവുഡിൽ തന്നെ ലാലേട്ടന്റെ ഒഴികെയുള്ള മറ്റ് പല വലിയ താരങ്ങളുടെ പ്രതിഫലത്തെക്കാൾ വലിയ തുകയാണ് ചിത്തു മാധവൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്നാണ് വിവരം. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകട്ടെ, നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട്.